മഹാദൈവവും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ കടന്നു വന്ന സഹോദരീസഹോദരന്മാർക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഞങ്ങളുടെ ശബ്ദപരിധിയിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ അയൽവക്കത്തുള്ള മാന്യ സഹോദരി സഹോദരന്മാർക്ക് വിനോദ് സഹോദരൻ്റെ ഭവനത്തിലേക്ക് കടന്നു വരാവുന്നതാണ്. ഈ ഭവനം അതിനായിട്ടാണ് ഒരുക്കപ്പെട്ടത്. YMF തൃശ്ശൂർ യൂണിറ്റും അതുപോലെ തന്നെ താളിക്കുണ്ട് സഭയും ചേർന്ന് വിനോദ് സഹോദരൻ്റെ ഈ ഭവനത്തിൽ ഇങ്ങനെയൊരു മീറ്റിംഗ് ക്രമീകരിക്കുവാൻ തക്കവണ്ണം സർവകൃപാലുവായ ദൈവം ഇങ്ങനെ ഒരു അവസരം നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പലരും കടന്നു വരേണ്ടതായിട്ടുണ്ട്. എന്നാൽ പലരുടെയും സഭകളിൽ ഓരോ മീറ്റിംഗ് നടക്കുന്നത് കൊണ്ട് പലർക്കും എത്തിച്ചേരുവാൻ തക്കവണ്ണം ഇടയായിട്ടില്ല. എന്നാൽ ആളുടെ എണ്ണത്തിലല്ല, ദൈവവചന കേൾവി എന്നുള്ളത്, ദൈവത്തിൻ്റെ വചനം അറിയിക്കുക എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു ശുശ്രൂഷയാണ്. ആ ശുശ്രൂഷയ്ക്ക് കടന്നു വന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി YMFൻ്റെ പേരിലും താളിക്കുണ്ട് സഭയുടെ പേരിലും ഞാൻ സ്വാഗതം ചെയ്യുന്നു. നാം ഇപ്പോൾ അല്പസമയം പാട്ടുകളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പോകുകയാണ്. സംഗീതം എന്നുള്ളത് ഭൂമിയിലും സ്വർഗത്തിലും ഉള്ളതാണ്. ഒരു പശുവും ശിശുവും ഇഷ്ടപ്പെടുന്നതാണ് സംഗീതം എന്നുള്ളത്. സംഗീതം കൊണ്ട് അനേകരെ രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം ക്രിസ്തീയ സംഗീതത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അനേകർക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് സംഗീതം. ഈ സഭയിലെ സഹോദരി സഹോദരന്മാർ ചേർന്ന് ഇപ്പോൾ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്ന ഒരു ഗാനം അവർ ആലപിക്കുന്നതായിരിക്കും. അങ്ങേപ്പോലൻ ദൈവമേ. ഈ നല്ല ദൈവത്തെ പോലെ ആരാധിക്കുവാൻ തക്കവണ്ണം, സ്നേഹിക്കുവാൻ തക്കവണ്ണം, പ്രത്യാശ വയ്ക്കുവാൻ തക്കവണ്ണം, പാടുവാൻ തക്കവണ്ണം, വിശ്വസിപ്പാൻ തക്കവണ്ണം കഴിയുന്ന ഒരു ദൈവമില്ല. ഈ ദൈവം നല്ല ദൈവമാണ്. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ദൈവത്തെ പാടി സ്തുതിക്കുവാൻ തക്കവണ്ണം ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ ശുശ്രൂഷകൾക്കായിട്ട് സഹോദരന്മാരെ ക്ഷണിച്ചുകൊള്ളുന്നു. ആരാധന
എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാതയിൽ എത്തിയിടണമേ. നിൻ വഴികളിൽ ഞാൻ നടക്കുവാനായി വഴി കാട്ടിയാൽ എന്നെ നയിക്കണമേ. വിശ്വാസത്തിൽ എന്നെ ഉറപ്പിക്കുവാൻ ക്രിസ്തു എന്ന പാതയിൽ എത്തിയിടണമേ. ആരാധന അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന. ആരാധന അങ്ങേക്ക് ആരാധന. യേശുവേ അങ്ങേക്ക് ആരാധന. പാട്ട് പാടാൻ പോകുന്ന ഗ്രാറ്റിയ പോളാണ്. ദൈവകൃപ അത് മനുഷ്യനെ, പാപിയായ മനുഷ്യനെ രക്ഷിക്കുന്നതാണ്. കൃപയാലാണ് നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ കൃപയാണ്, ദാനമാണ്. നിന്ദകൾ, പ്രയാസങ്ങളൊക്കെ വരുമ്പോൾ തകരാതെ തളരാതെ നിൽക്കുവാൻ തക്കവണ്ണം ദൈവകൃപ ആവശ്യമാണ്. ഉറ്റവർ കൈവിടുമ്പോഴും ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ ദൈവം നമ്മെ ശക്തിപ്പെടുത്തുന്നതാണ്. മരണത്തെപ്പോലും ഭയപ്പെടാതിരിപ്പാൻ ദൈവകൃപ നമ്മെ സഹായിക്കുന്നു. ഈ ദൈവകൃപ എന്നെന്നും ഓർക്കണം എന്ന് പാട്ടുകാരൻ പറയുന്നു. മറക്കരുത് എന്നല്ല, എന്നെന്നും ഈ ദൈവകൃപ ഓർക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിലും എല്ലാ നടത്തിപ്പും കാവലും ഒക്കെ നമ്മെ ദൈവം തൻ്റെ കൃപയാലാണ്. ഈ അർത്ഥം വരുന്ന ഒരു ഗാനം ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമതിൽ വർണ്ണിപ്പാൻ നാവിനാൽ ആവതില്ല. എത്രയോ ശ്രേഷ്ഠമാം തൻ കരുതൽ എന്നെന്നും ഓർത്തിടും വൻ കൃപയാൽ. ഈ ഗാനം ഇപ്പോൾ നമുക്ക് വേണ്ടി ഗ്രാറ്റിയ ആലപിക്കുന്നതായി. വർണ്ണിപ്പോ ഞാനിനോ ആവതില്ല.
ക്ലേശം മാറിടുമേ. നാഥനവൻ നിന്നും കൂടെയുണ്ട്. ആയിരമായിരം നന്മകൾ നാം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ല ക്ലേശം മാറിടുമേ. നാഥനവൻ നിന്നും കൂടെയുണ്ട്. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിതേ. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തി. കൃപയാൽ 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 നിത്യം സ്നേഹിച്ച സ്നേഹമിതേ. കൃപയാൽ 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 എന്നിൽ പകർന്നൊരു ശക്തിയിതേ. മല എന്നുള്ളത് ദൈവം മനുഷ്യൻ്റെ പാപത്തെ ഒഴിച്ചു നീക്കുവാനായിട്ട് തൻ്റെ പുത്രനെ യാഗമാക്കുവാനായിട്ട് തിരഞ്ഞെടുത്ത ഒരു സ്ഥലമാണ് കാൽവരി മല. അവിടെയാണ് ദൈവം തൻ്റെ ജനത്തെ അല്ലെങ്കിൽ ലോകത്തെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം വെളിപ്പെടുത്തിയത്. ഈ കാൽവറി മലയിലാണ് മനുഷ്യരാശിയുടെ പാപത്തിന് പരിഹാരം വരുവാൻ തക്കവണ്ണം ദൈവം തിരഞ്ഞെടുത്ത സ്ഥലം. കാൽവറി ഉന്നതമായ സ്ഥലമാണ്. ദൈവം തൻ്റെ പുത്രനെ തകർത്ത് കളഞ്ഞ സ്ഥലമാണ്. അനേകരെ രക്ഷിച്ച സ്ഥലമാണ് കാൽവരി എന്നുള്ളത്. ഈ ആശയം വരുന്ന ഒരു ഗാനം ഇപ്പോൾ നമുക്ക് വേണ്ടി എർവിൻ ആലപിക്കുന്നതായിരിക്കും. എർവിനെ അതിനായി ക്ഷണിച്ചു. Kavari Malayu
അവകാശമാക്കാൻ നിത്യപ്രകാശത്തിൽ ഗമിച്ചിടുവാൻ. നിത്യമാം ജീവൻ അവകാശമാക്കാൻ നിത്യപ്രകാശത്തിൽ ഗമിച്ചിടുവാൻ. നിൻ ഹൃദയത്തിൽ സ്വീകരിക്കൂ നീ നാദനമേശുവേ രക്ഷകനാ. നിൻ ഹൃദയത്തിൽ സ്വീകരിക്കൂ നീ നാദനമേശുവേ രക്ഷകനാ. കാൽവരി മലയുനിന്നും ഒഴുകി വരും ശ്രീശബ്ദം ശ്രവിക്കുമോ? നിൻ ജീവനെ നേടിയെടുപ്പാൻ തിരുനിണം ചൊരിഞ്ഞു സ്നേഹനാഥൻ. നിൻ ജീവനെ നേടിയെടുപ്പാൻ തിരുനിണം ചൊരിഞ്ഞു സ്നേഹനാഥൻ. കാൽവരി മലയാളിന്നും ഒഴുകി വരും ശ്രീശബ്ദം ശ്രവിക്കുമോ? ദൈവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചത് വെറും കഥയോ? ഭൂരമൊന്നാകെ ചമച്ചവനൊരു ചെറുഭവനവും ലഭിച്ചതില്ലെന്നോ? അർത്ഥവത്തായ വരികൾ എഴുതുവാൻ തക്കോണമിടയായി പ്രിയ ഡേവിസോരൻ ഇപ്പോൾ ആ ഗാനം ആലപിക്കും. ദൈവ കരുണയുടെ ധനത്തിൻ്റെ മഹാത്മ്യം നമുക്ക് വർണ്ണിക്കുവാൻ തക്കോണം കഴിയില്ല. കാരണം ദൈവം മനുഷ്യരാശിയെ മുഴുവനും രക്ഷിക്കുന്നത് തൻ്റെ കരുണപ്രകാരമാണ്. ഈ കരുണ ലഭിച്ചവരാണ് രക്ഷിക്കപ്പെടുവാൻ തക്കോണം, അല്ലെങ്കിൽ ദൈവത്തെ രക്ഷകനായി സ്വീകരിക്കുവാൻ തക്കോണം ഇടയായത്. അവിടുന്ന് സമ്പന്നനായിരുന്നവൻ ദരിദ്രനായി തീർന്നു എന്നുള്ളത് നമുക്കറിയാം. അവിടുന്ന് മഹാസമ്പന്നനായ ദൈവം പുൽക്കൂട്ടിലേക്ക് വരുവാൻ തക്കോണം ഇടയായി. അവിടുന്ന് ഈ ഭൂമിയിൽ ജീവിച്ചതൊക്കെ വളരെ ദരിദ്രമായ അവസ്ഥയിലാണ് എന്ന് നമുക്കറിയാം. നമ്മെ സമ്പന്നരാക്കുവാൻ തക്കോണം ദൈവം തൻ്റെ പുത്രനെ ദരിദ്രനാക്കി തീർത്ത ദൈവകൃപ എത്രയോ വലുതാണ്. അത് അവർണ്ണനീയമാണ്. നമുക്ക് ഗ്രഹിക്കുന്നതിലും ആഴമായ കാര്യമാണ്. ദൈവ കരുണയൻ ധനമാഹാത്മ്യം എന്ന് ആശയം വരുന്ന ഈ ഗാനം ഇപ്പോൾ സഹോദരൻ നമുക്ക് വേണ്ടി ആലപിക്കുന്നതായിരിക്കും. സഹോദരനെ ശുശ്രൂഷയ്ക്കായിട്ട് ക്ഷണിച്ചുകൊള്ളുക. ദൈവകരുണയിൽ ധനമാഹാത്മ്യം നവാൻ വർണ്യമോ? ദൈവകരുണയിൽ ധനമാഹാത്മ്യം നവാൻ വർണ്യമോ? ദൈവകരുണയിൽ ധനമാഹാത്മ്യം ദേവസുതൻ പശുശാലയിൽ നരനായി അവതരിച്ചതും വെറും കഥയോ?
പശുശാലയിൽ നരനായി അവതരിച്ചതും വേറും കഥയോ വനമൊന്നാകെ ചമച്ചവനൊരു ചെറും പവനവും ലഭിച്ചതെന്നോ വനമൊന്നാകെ ചമച്ചവനൊരു ചെറും പവനവും ലഭിച്ചതില്ലെന്നോ ദൈവകരുണയിൽ ധനമഹാത്മ്യം താവാൻ വർണ്യമോ ദൈവകരുണയിൽ ധനമഹാത്മ്യം പരമസമ്പന്നന് ധരണിയിലേറ്റം ദരിദ്രനതി കുസുമനസ്വാ പരമസമ്പന്നന് ധരണിയിലേറ്റം ദരിദ്രനതി കുസുമനസ്വാ നിരുപമ പ്രഭ ണിഞ്ഞിരുന്നവൻ പഴ തുണി ധരിച്ചതും ചെറിയ സകതിയോ നിരുപമ പ്രഭ ണിഞ്ഞിരുന്നവൻ പഴ തുണി ധരിച്ചതും ചെറിയ സകതിയോ ദൈവകരുണയിൽ ധനമഹാത്മ്യം താവാൻ വർണ്യമോ ദൈവകരുണയിൽ ധനമഹാത്മ്യം അനുദിനമനവധി അനുഗ്രഹഭാരം അനുഭവിച്ചൊരു ജന്മവനു അനുദിനമനവധി അനുഗ്രഹഭാരം അനുഭവിച്ചൊരു ജന്മവനു കനിവൊരു കണികയും പിന്നിനെ നൽകിയ കഴുമരം ചുമപ്പതു കാണേ. അടുത്ത ഗാനം നാം എല്ലാവരും ഒരുമിച്ച് പാടുവാൻ പോവുകയാണ്. 1018 പാട്ട് കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും ദേവിസാറിന് കടന്നു വരാം. ദൂതന്മാർ കർത്താവിൻ്റെ ജനനത്തിങ്കൽ പറയുകയുണ്ടായി, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ ഇന്ന് നിങ്ങളോട് സുശേഷിക്കുന്നു. കർത്താവായ രക്ഷിതാവ് ഇന്ന് ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്നുള്ള സന്ദേശമാണ് കർത്താവിൻ്റെ ജനനത്തിങ്കൽ ദൂതന്മാർ പറയുവാൻ തക്കോണമിടയായത്. എന്നാൽ കർത്താവ് ഈ ഭൂമിയിൽ ജനിച്ച് മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം വരുത്തി മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് ഇനി രണ്ടാമതും വരുവാൻ പോവുകയാണ്. അവിടുത്തെ ഒന്നാമത്തെ വരവ് സത്യമാണെങ്കിൽ രണ്ടാമത്തെ വരവും താമസമില്ലാതെ വരുവാൻ പോകുകയാണ്. എന്നാൽ നിങ്ങൾ ഈ ഒന്നാമത്തെ വരവ് സംഭവിച്ചത് മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാനാണ്. എന്നാൽ ഞങ്ങളെ കേൾക്കുന്ന ഞങ്ങളുടെ സഹോദരീസഹോദരന്മാരോട് ഒരു ചോദ്യം: നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം വന്നിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾ ഈ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടുവാൻ സാധ്യതയില്ല.
കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൈവദൂത ശബ്ദത്തോടും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വലുതാണ്. ആ സന്തോഷത്തെ തുടർന്ന് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് കവി താൻ വർണ്ണിച്ചിരിക്കുന്നത്. അതാണ് ഞങ്ങൾ പാടി മഹത്വപ്പെടുത്തുവാൻ പോകുന്നത്. സഹോദരന്മാർക്ക് കടന്നു വരാം, നമുക്ക് ഒരുമിച്ച് ഈ ഗാനം ആലപിക്കാം. എല്ലാവർക്കും കൈകളെ അടിച്ച് എഴുന്നേറ്റ് നിന്ന് ഈ ഗാനം ആലപിക്കാം. നാദത്തോടും
ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയ അവസരത്തെ ദൈവം തന്നിരിക്കുന്ന ഈ വലിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കാം. കർത്തൃദാസൻ ഷാജു കെ ജാവറുകളെ നമ്മുടെ മധ്യയച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ദൈവദാസനെ വളരെ സ്നേഹത്തോടുകൂടെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ദാസൻ ഷാജു കെ ജാവറുകൾ വചനത്തിൽ നിന്ന് നമ്മൾ സംസാരിക്കുന്നവരും ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. YMAF തൃശ്ശൂർ യൂണിറ്റും അതുപോലെ ഇവിടെയുള്ള ഈ സ്ഥലസഭയും ചേർന്ന് ക്രമീകരിച്ച ഈ സുവിശേഷ യോഗത്തിൽ സംബന്ധിപ്പാൻ വലിയവനായിരിക്കുന്ന ദൈവം ഇങ്ങനെ ഒരു അവസരം തന്നതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർ, അതുപോലെ സഹോദരി സഹോദരന്മാർ, എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനവും പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. തൃശ്ശൂർ യൂണിറ്റിനോട് ചേർന്ന് ചില പ്രവർത്തനങ്ങളിലൊക്കെ സഹകരിപ്പാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ധാരാളം പ്രതിഫലം നൽകി കർത്താവ് ആദരിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാരംഭമായിട്ട് ഞാൻ ഓർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ മനോഹരമായിരിക്കുന്ന ഗാനങ്ങൾ കേൾക്കുവാനും നമ്മുടെ പ്രത്യാശയെ ഉണർത്തുവാനും അത് മുഖാന്തരവും ഇടയായി, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ കൂടുതൽ മുഖപര പറയുവാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. നമുക്ക് ദൈവവചനത്തിലേക്ക് തിരിയാം. ഒരു വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 37, 38, 39 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. മത്തായി സുവിശേഷം 24-ാം അധ്യായത്തിൻ്റെ 37, 38, 39 വാക്യങ്ങൾ. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവും ആകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുവോളം അവർ അറിഞ്ഞതുമില്ല. മനുഷ്യപുത്രൻ്റെ വരവും അങ്ങനെ തന്നെയാകും. വായിച്ചു കേട്ട ദൈവവചനത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നാം വായിച്ചു കേട്ടത് നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. ഇതിൻ്റെ പ്രാരംഭത്തിൽ 24-ാം അധ്യായത്തിൻ്റെ പ്രാരംഭത്തിൽ ശിഷ്യന്മാർ കർത്താവിനോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യത്തിന് കർത്താവ് കൊടുത്ത മറുപടിയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അത് എപ്പോൾ സംഭവിക്കും, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത് എന്ന് പറഞ്ഞു തരയണം. യേശു കർത്താവ് പറഞ്ഞ മറുപടിയാണത്. നോഹയുടെ കാലഘട്ടം പോലെ മനുഷ്യപുത്രൻ്റെ വരവും ആകും. എന്താ നോഹയുടെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത? എന്താ? ദൈവമക്കളായിരിക്കുന്ന നമുക്കത് നല്ലവണ്ണം അറിയാം. നോഹയുടെ കാലഘട്ടം ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 5-ാം വാക്യവും 12-ാം വാക്യവും നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യവും 12-ാമത്തെ വാക്യവും. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത്രേ എന്നും യഹോവ കണ്ടു. അതിക്രമം കൊണ്ട് ദൈവം ഭൂമിയെ നോക്കി അത് വഷളെന്നു കണ്ടു. സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരുന്നു. നോഹയുടെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് ദൈവവചനത്തിൽ വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതെന്നും യഹോവ കണ്ടു. 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നതും ദൈവം ഭൂമിയെ നോക്കി അത് വഷളായി എന്ന് കണ്ടു. സകല ജഡവും ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കി മുമ്പോട്ട് പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഏറ്റവും വഷളത്വം നിറഞ്ഞ ഒരു കാലഘട്ടമായിരുന്നു എന്നുള്ളത് കാണുവാനായിട്ട് കഴിയും. മനുഷ്യൻ്റെ ദുഷ്ടത വളരെയേറെ വർദ്ധിച്ചിരിക്കുന്ന ഒരു കാലഘട്ടം. അതുമാത്രമല്ല, സകല ജഡവും
ഭൂമിയിൽ തൻ്റെ വഴി വഷളാക്കിയിരിക്കുന്ന ഒരു കാലഘട്ടം. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടവും ഏതാണ്ട് ഈ നിലയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. വഷളത്വം ഏറെ വർദ്ധിച്ചു വരുന്ന, ദുഷ്ടത ഏറ്റവും പെരുകിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോഴും ഇതേ വാക്കുകൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് തീമോത്തിയോസിന് എഴുതിയ ലേഖനം 2 തീമോത്തിയോസ് 3-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ ഭൂമിയിലെ ആ ദുഷ്ടതയും അതുപോലെ തന്നെ വളരെയേറെ വഷളത്വം പെരുകിയതായിട്ടും നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരുമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ. അത് പറഞ്ഞതിന് ശേഷം അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് അവിടെ ഓർപ്പിക്കുന്നത് ഏകദേശം ഒരു 18 കൂട്ടം കാര്യങ്ങൾ അവിടെ ഓർപ്പിക്കുവാനായിട്ട് ഇടയായിത്തീരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു മുന്നറിയിപ്പായിട്ട് ഓർപ്പിക്കുകയാണ്. മനുഷ്യൻ്റെ ദുഷ്ടത ഏറ്റവും പെരുകിയ കാലഘട്ടം. അവിടെ നാം വായിക്കുന്നത് മനുഷ്യർ സ്വസ്നേഹികളും ധനമോഹികളും പൊങ്ങച്ചക്കാരും അഹങ്കാരികളും അതുപോലെ തന്നെ മാതാപിതാക്കളെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും സ്നേഹമില്ലാത്തവരും ക്ഷമിക്കാത്തവരും ഏഷണി പറയുന്നവരും അതുപോലെ തന്നെ ആത്മനിയന്ത്രണമില്ലാത്തവർ, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു 18ഓളം കൂട്ടം കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിക്കാനായിട്ടുള്ള താല്പര്യമെന്ന് പറയുന്നത് നോഹയുടെ കാലം പോലെ മനുഷ്യപുത്രന്റെ വരവുമാകും എന്ന് പറഞ്ഞാൽ ഏറ്റവും വഷളത്വം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്ക് ഞാനും നിങ്ങളും എത്തി എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും എത്തിയിരിക്കുന്നത്. ദൈവമക്കളായിരിക്കുന്ന നമുക്ക് വളരെയേറെ പ്രത്യാശ നൽകുന്ന ഒരു കാലഘട്ടത്തോടാണ് നാം അടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വഷളത്വം നിറഞ്ഞ ഒരു കാലഘട്ടം. മനുഷ്യൻ എന്തും ചെയ്യാനായിട്ട് മടിക്കാതെ മുമ്പോട്ട് പോവുകയാണ്. എന്തുകൊണ്ട് മനുഷ്യന് ഈ നിലയിൽ മാറ്റം സംഭവിക്കുവാനായിട്ട് കഴിയാതിരിക്കുന്നു? അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 18ഉം 20ഉം വാക്യം നമുക്കൊന്ന് വായിക്കാം. റോമർക്ക് എഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 18ഉം 20ഉം വാക്യങ്ങൾ. 18, 19, 20. എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല എന്ന് ഞാൻ അറിയുന്നു. നന്മ ചെയ്യുവാനുള്ള താല്പര്യം എനിക്കുണ്ട്, പ്രവർത്തിക്കുന്നതോ ഇല്ല. അങ്ങനെ നന്മ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന ഞാൻ തിന്മ എൻ്റെ പക്കലുണ്ട് എന്നൊരു പ്രമാണം കാണുന്നു. പ്രിയപ്പെട്ടവരെ, അവിടെ പൗലോസ് പറയുകയാണ്, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ നന്മ വസിക്കുന്നില്ല. അതിൻ്റെ കാരണം പൗലോസ് പറയുന്നുണ്ട്. താഴെ നാം വായിക്കുമ്പോൾ എന്നിൽ എന്ന് വെച്ചാൽ എന്നിൽ വസിക്കുന്ന പാപമത്രേ. മനുഷ്യനെ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പാപമാണ്. മനുഷ്യൻ പാപത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. ഇതൊക്കെ പറയുമ്പോൾ പലപ്പോഴും ആളുകൾക്ക് ഇഷ്ടപ്പെടാറില്ല. 21-ാം നൂറ്റാണ്ടിൽ ജീവിക്കുന്ന മനുഷ്യനെ പാപി എന്നൊക്കെ വിളിക്കാമോ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. പക്ഷേ നന്മ ചെയ്യാനായിട്ട് പലപ്പോഴും നന്നായി ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആഗ്രഹിക്കാത്ത തിന്മ പ്രവർത്തിച്ച് മുമ്പോട്ട് പോകുകയാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് പാപമാണെന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പാപമാണ്. മനുഷ്യവർഗം ഒന്നടങ്കം പാപത്തിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, റോമാലേഖനം 3-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ നാം വായിക്കുന്നത് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല. പ്രിയപ്പെട്ടവരെ, ഗ്രഹിക്കുന്നവനില്ല, ദൈവത്തെ അന്വേഷിക്കുന്ന മനുഷ്യനില്ല എന്നുള്ളത് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എല്ലാവരും വഴിതെറ്റി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. ഒരു മനുഷ്യനുമില്ല, എല്ലാവരും പാപത്തിൻ്റെ കീഴിൽ മുമ്പോട്ട് പോകുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് തെളിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 7-ാം അധ്യായത്തിൻ്റെ 21 മുതലുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ മനുഷ്യരുടെ ഹൃദയത്തിൽ നിന്ന് തന്നെ ദുഷ്ചിന്ത, വ്യഭിചാരം, കൊലപാതകം, മോഷണം, അസൂയ, പിടിച്ചുപറി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്ന് തന്നെ പുറപ്പെടുകയാണ്. അപ്പോൾ ഞാൻ ഓർപ്പിച്ചത്, പാപമംഗലമായിരിക്കുന്ന ഒരു ജീവിതം, ഹൃദയം പാപത്താൽ നിറയപ്പെട്ടിരിക്കുകയാണ്.
അതുകൊണ്ടാണ് മനുഷ്യന് നന്നായി ജീവിക്കുവാനായിട്ട് കഴിയാതിരിക്കുന്നത്. എന്നെയും നിങ്ങളെയും ഭരിച്ചുകൊണ്ടിരിക്കുന്നത് പാപമാണ് പ്രിയപ്പെട്ടവരെ. ഈ മനുഷ്യവർഗം ഒന്നടങ്കം പാപത്തിൽ മുമ്പോട്ട് പോകും. അപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ചോദിക്കാം, എങ്ങനെയാണ് മനുഷ്യൻ പാപിയായി തീർന്നത്? ബൈബിൾ അതിനും വളരെ വ്യക്തമായിട്ട് ഉത്തരം പറയുന്നു. റോമാലേഖനം 5-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. പ്രിയപ്പെട്ടവരെ, ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിലേക്ക് വരുവാൻ ഇടയായി തീർന്നു. ആരാണ് ഏക മനുഷ്യൻ? ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. ഇവിടെ പരിണാമവാദികളും ഭൗതികവാദികളും ഒക്കെ പറയുന്ന പോലെ കേവലം പരിണമിച്ചുണ്ടായ ഒരു പരിണാമ വസ്തുവല്ല മനുഷ്യൻ. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മണ്ണുകൊണ്ട് മെനഞ്ഞ് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീരുവാൻ ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, ആ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനിടയായി തീർന്നു. ദൈവം പറഞ്ഞ കൽപ്പന ലംഘിച്ച്, കൽപ്പനാലംഘനം സമം പാപം ചെയ്ത് ആ മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുവാനായിട്ട് ഇടയായി തീർന്നു. മനുഷ്യവർഗം ഒന്നടങ്കം പാപത്തിൽ മുമ്പോട്ട് പോകുകയാണ്. പാപിയായിരിക്കുന്ന മനുഷ്യൻ ചെന്നു ചേരുന്നത് നിത്യമായിരിക്കുന്ന നരകത്തിലേക്കാണെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാം വായിക്കുന്നുണ്ട്, പാപത്തിൻ്റെ ശമ്പളം നിത്യമായിരിക്കുന്ന മരണമാണ്. പ്രിയപ്പെട്ടവരെ, റോമാലേഖനം 6-ാം അധ്യായത്തിലൊക്കെ നാം വായിക്കുന്നത് അതാണ്. എസെക്കിയേൽ പ്രവചനം 18-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, പാപം ചെയ്യുന്ന ദേഹി മരിക്കുവാനായിട്ടിടയായിത്തീരും. അപ്പോൾ പാപത്തിന് ഒരു ശമ്പളമുണ്ട്, നിത്യമായിരിക്കുന്ന മരണമാണ് പാപിക്ക് വിധിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഓർപ്പിച്ചതുപോലെ ഏറ്റവും ദുഷ്ടത നിറഞ്ഞ കാലഘട്ടത്തിൽ പാപത്തിൽ മനുഷ്യൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പാപിയായിരിക്കുന്ന മനുഷ്യന് സ്വയമേ രക്ഷപ്പെടുവാനായിട്ട് കഴിയുകയില്ല. നമുക്കറിയാം, പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മനുഷ്യൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? നെട്ടോട്ടമാടിക്കൊണ്ടിരിക്കുക. മതങ്ങൾ പറയുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ചെയ്ത് മനുഷ്യൻ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും മോക്ഷപ്രാപ്തി ലഭിക്കണം, പാപത്തിന് പരിഹാരം ലഭിക്കണം. പാപിയായിരിക്കുന്നവൻ നിത്യ നരകത്തിലേക്കാണ് പോകുന്നത്. അവിടെ നിന്നും വിടുവിക്കപ്പെടുവാൻ മനുഷ്യൻ സ്വയപരിശ്രമം ചെയ്ത് മുമ്പോട്ട് പോവുകയാണ്. നമുക്കറിയാം, അതൊക്കെ ഹമ്പേ പരാജയപ്പെടുകയാണ്. മനുഷ്യൻ അവിടെ സ്വയം രക്ഷപ്പെടുവാനായിട്ട് കഴിയാതെ മുമ്പോട്ട് പോവുകയാണ്. എന്നാൽ ഇന്ന് രാത്രി ഈ യോഗം സംഘടിപ്പിച്ചതിൻ്റെ മെയിനായിരിക്കുന്ന ഉദ്ദേശം, പാപിയായിരിക്കുന്ന മനുഷ്യനെ രക്ഷിപ്പാനായിട്ട് ഒരു മാർഗമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 21 നൂറ്റാണ്ടുകളായിട്ട് ലോകത്തിൻ്റെ എമ്പാടും പ്രസംഗിക്കപ്പെടുന്ന ഏക സന്ദേശമാണ് സുവിശേഷം. പ്രിയപ്പെട്ടവരെ, പാപത്തിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ അവിടെ നിന്നും രക്ഷിപ്പാൻ, അവനെ സ്വർഗത്തിൽ കൊണ്ടുപോകുവാൻ മഹാദൈവം ഒരു പദ്ധതി ഒരുക്കി. ഈ ഭൂമിയെയും സ്വർഗത്തെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഒരേ ഒരു വഴി, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് അവകാശ പ്രഖ്യാപനം ചെയ്ത കർത്താവായ യേശുക്രിസ്തു പാപത്തിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുവാൻ അവനൊരു മാർഗം ഒരുക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, ആ ക്രിസ്തു ലോകത്തിലേക്ക് ജനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഇത് കേവലം കെട്ടുകഥയോ അല്ലെങ്കിൽ അമ്മൂമ്മ കഥയോ ഒന്നുമല്ല. ചരിത്രത്തിൻ്റെ ഏടുകളിൽ സംഭവിച്ച യാഥാർത്ഥ്യമാണ്. യേശുക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ആ കാലഘട്ടത്തെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയും. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്കുനിന്ന് വിദ്വാൻമാർ യെരുശലേമിലെത്തി. യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെവിടെ? ഇവിടെ നാം വായിക്കുന്നത്, ഹെരോദാവിൻ്റെ കാലത്ത് യേശു ബേത്ലഹേമിൽ ജനിക്കുവാനായിട്ടിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, യെശയ്യാ പ്രവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലിരിക്കും, അവൻ അത്ഭുതമന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്. പ്രിയപ്പെട്ടവരെ, ആ ശിശു കർത്താവായ യേശുക്രിസ്തു
അവൻ ലോകത്തിലേക്ക് ജനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. യേശുക്രിസ്തുവിൻ്റെ ജനനം ആകസ്മികമായിരുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ ജനനം, പ്രിയപ്പെട്ടവരെ, തിരുവെഴുത്തുകളുടെ നിവൃത്തിയാകും വണ്ണം യേശുക്രിസ്തു ജനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്കറിയാം യേശുക്രിസ്തുവിൻ്റെ ജനനം, ആ യേശുക്രിസ്തുവിൻ്റെ ജനനം ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ഓർപ്പിച്ചതുപോലെ അവൻ എവിടെ ജനിക്കും, എങ്ങനെ ജീവിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് ജനിക്കുവാനായിട്ടിടയായി തീർന്നത്. യെശയ്യാ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, ആരിൽ നിന്ന് ജനിക്കും വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അത് മാത്രമാണോ, എവിടെ ജനിക്കും? മീഖാ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നീയോ ബേത്ലഹേം എഫ്രാത്ത, യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എവിടെയാണ് ജനിക്കുന്നതെന്നുള്ളത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു, കാലഘട്ടം രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാം, ഹെരോദാവിൻ്റെ കാലത്ത് യേശു യഹൂദിയിലെ ബേത്ലഹേമിൽ ജനിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ യേശു ക്രിസ്തു എവിടെ ജനിക്കും, എങ്ങനെ ജീവിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് കഴിയും. അത് മാത്രമല്ല, അവൻ്റെ വരവിൻ്റെ ഉദ്ദേശം, എന്തിനാണ് അവൻ ലോകത്തിലേക്ക് വരുന്നത്? മത്തായി സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് എങ്ങനെയാണ്? ഞാൻ നീതിമാന്മാരെ അല്ല പാപികളെ രക്ഷിപ്പാനത്രേ ലോകത്തിൽ വന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിച്ചതുപോലെ പാപത്തിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരെ അവനെ അവിടെ നിന്ന് രക്ഷിപ്പാനായിട്ടാണ് യേശുക്രിസ്തു ലോകത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നത്. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം നാം വായിക്കുന്നത് 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ക്രിസ്തു യേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. പ്രിയപ്പെട്ടവരെ, അവൻ വന്നു എന്ന് പറയുമ്പോൾ മറ്റൊരു സ്ഥാനത്തുണ്ടായിരുന്നവനാണ്, ദൈവത്തോടുകൂടെ ദൈവമായിരുന്നവൻ, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായിരുന്ന സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്ന ആ ദൈവം മനുഷ്യനായിട്ട് ഈ ലോകത്തിലേക്ക് വരുവാനിടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, അവൻ പറഞ്ഞതുപോലെ എവിടെ ജനിക്കും, എങ്ങനെ ജീവിക്കുമെന്നുള്ളത് വളരെ വ്യക്തമായി എഴുതി വച്ച രേഖയുടെ അടിസ്ഥാനത്തിൽ ഈ ലോകത്തിലേക്ക് ജനിച്ച കർത്താവായ യേശു ക്രിസ്തു. നമുക്കറിയാം, നമ്മുടെ ഈ കേരളത്തിൽ വളരെ സരസനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഇ.കെ. നായനാർ, അന്തരിച്ചു പോയ ഇ.കെ. നായനാർ. അദ്ദേഹത്തിൻ്റെ അടുത്ത് പത്രക്കാരൊക്കെ വരുമ്പോൾ വളരെ സരസമായിട്ടാണ് അദ്ദേഹം മറുപടി പറയുന്നത്. ഒരിക്കൽ കേന്ദ്രത്തിൽ നിന്നൊരു സഹമന്ത്രി കേരളത്തിൽ വന്നു. അദ്ദേഹത്തിന് വേണ്ട നിലയിലുള്ള പ്രൊട്ടക്ഷനോ സംരക്ഷണമോ ഒന്നും ലഭിച്ചില്ല. ഈ കേന്ദ്രമന്ത്രി പരാതി പറഞ്ഞു. പത്രക്കാർ ബഹുമാനപ്പെട്ട ഇ.കെ. നായനാരുടെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ, വലിയ പരാതിയാണല്ലോ, കേന്ദ്രമന്ത്രിക്ക് വേണ്ട നിലയിലുള്ള സംരക്ഷണം കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സരസമായിട്ട് പറഞ്ഞ ഒരു മറുപടിയുണ്ട്, പടച്ചവനാണെങ്കിലും പറഞ്ഞിട്ട് വരണം. പ്രിയപ്പെട്ടവരെ, പറഞ്ഞിട്ട് വന്ന ഒരുത്തനേ ഉള്ളൂ, അവനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. അവൻ പറഞ്ഞതുപോലെ ഈ ലോകത്തിലേക്ക് ജനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ഓർപ്പിച്ചതുപോലെ എവിടെ ജനിക്കും, ആരിൽ നിന്ന് ജനിക്കും, എങ്ങനെ ജീവിക്കും, എങ്ങനെ സംസാരിക്കും, എങ്ങനെ പ്രവർത്തിക്കും, എഴുതി വെച്ച രേഖയുടെ അടിസ്ഥാനത്തിൽ ഈ ലോകത്തിലേക്ക് ജനിച്ച കർത്താവായ യേശു ക്രിസ്തു. നമുക്കറിയാം, ലോക ചരിത്രത്തെ AD എന്നും BC എന്നും രണ്ടായി കീറുമുറിച്ച് ഈ കാലത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവായ യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, അവൻ്റെ ജനനം നിസ്തുല്യമായിരുന്നു, അവൻ്റെ ജീവിതം നിസ്തുല്യമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ്റെ ഉപദേശം നിസ്തുല്യമായിരുന്നു. യേശു ക്രിസ്തുവിനെ പോലെ ജനിച്ച, ജീവിച്ച, പ്രവർത്തിച്ച മറ്റൊരു വ്യക്തിപ്രഭാവത്തെ ഇതപര്യന്തം ലോകം കണ്ടിട്ടേയില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമം തന്നെ നമുക്കറിയാം. അവിടെ നാം വായിക്കുന്നത് കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ്. പ്രിയപ്പെട്ടവരെ, യേശു എന്നുള്ള വാക്കിന് രക്ഷിതാവ് എന്നാണ് അർത്ഥം.
അതുമാത്രമല്ല, ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷക്തൻ, രക്ഷിതാവായിരിക്കുന്നവൻ ഈ ലോകത്തിലേക്ക് ജനിക്കുവാനായിട്ട് ഇടയായി തീർന്നു. യേശുക്രിസ്തുവിൻ്റെ ഉപദേശം നാം പരിശോധിച്ചാൽ അവനെപ്പോലെ ഉപദേശിച്ച ഒരു ഗുരുവിനെ ഇതപര്യന്തം ലോകം കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, നിന്റെ ശത്രുവിന് വിശന്നാൽ അവന് തിന്മാൻ കൊടുക്കുക, നിന്റെ ശത്രുവിന് ദാഹിച്ചാൽ അവന് കുടിപ്പാൻ കൊടുക്കുക, നിന്റെ ശത്രുവിനെ സ്നേഹിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഉപദേശിച്ച ഒരു ഗുരുവിനെ ഇതപര്യന്തം ലോകത്തിന് കാണുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. നമുക്കറിയാം, തൻ്റെ ക്രൂശിലേറ്റുവാൻ, തന്നെ കൊല്ലുവാൻ വക തേടി നിൽക്കുന്ന യഹൂദ കൂട്ടത്തോട് കർത്താവ് ചോദിക്കുന്നുണ്ട്, നിങ്ങളിൽ ആർക്കെന്നെ പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാനായിട്ട് കഴിയും? പ്രിയപ്പെട്ടവരെ, അത്രമാത്രം നിസ്തുല്യനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു ഒരുത്തനും കഴിഞ്ഞില്ല. അവൻ്റെ മേൽ പാപം ആരോപിക്കുവാനായിട്ട് ആർക്കും കഴിഞ്ഞില്ല. യേശു ക്രിസ്തു അത്രമാത്രം നിസ്തുല്യനായിരിക്കുന്ന വ്യക്തിയാണ്. അവൻ്റെ ശത്രുക്കളും മിത്രങ്ങളും ഒരുപോലെ പറഞ്ഞ സാക്ഷ്യമുണ്ട്. അപ്പോസ്തലനായിരിക്കുന്ന യോഹന്നാൻ പറയുവാനിടയായി തീർന്നു, അവൻ പാപം ചെയ്തിട്ടില്ല. പത്രോസ് പറഞ്ഞു, അവനിൽ പാപം ഇല്ല. പൗലോസ് പറഞ്ഞെന്താണ്? അവൻ പാപം അറിഞ്ഞിട്ടില്ല. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ വിസ്തരിച്ച പീലാത്തോസ് പറഞ്ഞ വാക്കുകൾ ഇവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാനോ ഇവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഹേരോദാവ് പറഞ്ഞ വാക്ക്, അവൻ വാസ്തവത്തിൽ അവൻ നീതിമാനാണ് എന്ന് പറയുവാനായിട്ടിടയായി തീർന്നു. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിനരികെ നിന്ന ആ ശതാധിപൻ പറഞ്ഞ വാക്ക്, ഈ മനുഷ്യൻ വാസ്തവത്തിൽ നീതിമാനാണ്. പ്രിയപ്പെട്ടവരെ, അത്രമാത്രം നിസ്തുലനായിരിക്കുന്ന പവിത്രനായിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. എബ്രായ ലേഖനം 7-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 26-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായിരിക്കുന്ന ആ ദൈവപുത്രൻ. പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം നിസ്തുല്യനായിരിക്കുന്ന ഒരു വ്യക്തിവിശേഷം, അംഗീകരിക്കുവാൻ കൊള്ളാകുന്ന, അനുഗമിക്കുവാൻ കൊള്ളാകുന്ന, ആരാധിക്കുവാൻ കൊള്ളാകുന്ന ഒരേ ഒരു പുരുഷവിശേഷം, അവനാണ് കർത്താവായ യേശു ക്രിസ്തു. ഭൗതികവാദത്തിൻ്റെ സാക്ഷാൽ ആചാര്യനായിരുന്ന EM ശങ്കരൻ നമ്പൂതിരിപ്പാട് പറഞ്ഞ ഒരു വാക്കുണ്ട്. യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള കഥകളിൽ ശരി എത്രയുണ്ട്, തെറ്റെത്രയുണ്ട് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഈ അനേക നൂറ്റാണ്ടുകളായി ആയിരങ്ങളല്ല കോടിക്കണക്കിന് ആളുകൾ യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ അണിചേരുകയാണ്. പ്രിയപ്പെട്ടവരെ, അനുഗമിക്കാൻ കൊള്ളാകുന്നവൻ യേശു ക്രിസ്തു മാത്രമാണ്. അതുകൊണ്ടാണ് വളരെ ആവേശത്തോടുകൂടെ ഇവനെ പ്രസംഗിക്കുന്നത്. രാജാറാം മോഹൻ റായ് എന്ന് പറയുന്ന ആ വ്യക്തി പറയുവാനായിട്ട് ഇടയായി തീർന്നത്, യേശു ക്രിസ്തു വെളിച്ചം പോലെ വിശ്വസ്തൻ, പ്രിയപ്പെട്ടവരെ, കുഞ്ഞാട് പോലെ നിർദോഷി, ആത്മാവിൻ്റെ നിത്യജീവാകാരം എന്നാണ് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാനായിട്ടിടയായി തീർന്നത്. അപ്പോൾ അത്രമാത്രം പവിത്രനായിരിക്കുന്ന, യാതൊരു കുറ്റവും ആരോപിക്കുവാൻ കഴിയാത്ത കർത്താവായ യേശു ക്രിസ്തു അവൻ ഈ ലോകത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. യേശു ക്രിസ്തുവിൽ അനേക ആരോപണങ്ങളൊക്കെ ആളുകൾ ഉന്നയിക്കുവാനായിട്ടിടയായി തീർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ കേരളക്കരയിൽ അരങ്ങേറിയ ഒരു നാടകമുണ്ട്. ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് എന്ന് പറയുന്ന ഒരു നാടകം. ഒരു ആൻ്റണി എന്ന് പറയുന്ന ഒരു കത്തോലിക്ക സ്നേഹിതനാണ് ആ നാടകം എഴുതിയത്. ആ നാടകം ഈ കേരളക്കരയിലൊക്കെ അത് ചില സ്ഥലങ്ങളിലൊക്കെ അത് അരങ്ങേറുവാനിടയായി തീർന്നു. അതിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുവാനിടയായി തീർന്നത്. യേശു ക്രിസ്തുവിന് പാപം ചെയ്യുവാൻ കഴിയുമെന്നുള്ള നിലയിൽ ആ നാടകം അവതരിപ്പിക്കുവാനിടയായി തീർന്നപ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇവിടുത്തെ ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഇസ്ലാം സ്നേഹിതരും ഹൈന്ദവ സ്നേഹിതരും അതിനെതിരെ പ്രതികരിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഈ നാടകം നിരോധിക്കണമെന്ന് പറഞ്ഞ് ആ കോടതിയിൽ കേസ് വരുവാനായിട്ട് ഇടയായി തീർന്നു. ആ കേസ് കോടതിയിൽ വന്നു. കേരള ഹൈക്കോടതിയിൽ ആ കേസിൻ്റെ വാദം കേട്ടത് ഒരച്ഛനോ ഒരു പാതിരിയോ അല്ല, ഹൈന്ദവ സ്നേഹിതനായിരിക്കുന്ന ജസ്റ്റിസ് ബാലകൃഷ്ണനാണ് ആ നാടകത്തിൻ്റെ വിധി കേൾക്കുവാനായിട്ടിരുന്നത്. അദ്ദേഹം വിധി കേട്ടിട്ട് പറഞ്ഞ പ്രസ്താവന ഇങ്ങനെയാണ്:
കഴിഞ്ഞ 20 നൂറ്റാണ്ടുകളായി യേശു ക്രിസ്തുവിൽ അനേക ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും തെളിയിക്കുവാനായിട്ട് ഇതപര്യന്തം കഴിഞ്ഞിട്ടില്ല. കേരള ഹൈക്കോടതിയും വിധി പറഞ്ഞത് യേശു ക്രിസ്തു അരുതാത്തത് ഒന്നും ചെയ്തിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അവൻ നിർമ്മലനാണ്, അവൻ പവിത്രനാണ്, യാതൊരു കുറ്റവും ആരോപിക്കുവാൻ കഴിയാത്ത വ്യക്തിത്വമാണെന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. നമുക്കറിയാം, അവൻ്റെ അവകാശ പ്രഖ്യാപനങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, യേശു കർത്താവിൻ്റെ അടുക്കൽ ആയിരങ്ങൾ പതിനായിരങ്ങൾ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അവർക്കൊക്കെ ആശ്വാസത്തിൻ്റെ അമൃത ബിന്ദുക്കൾ പകരുവാനായിട്ടും ഇടയായി തീർന്നിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, നാം വന്നെത്തിയിരിക്കുന്ന കാലഘട്ടം ഏറ്റവും ദുഷ്കരമായിരിക്കുന്ന ദുഷ്ടത നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. എന്നാൽ ഈ കാലഘട്ടത്തിൽ നിന്നും മനുഷ്യനെ രക്ഷിപ്പാൻ കാലത്തിലേക്ക് ഇറങ്ങി വന്ന ഒരു വ്യക്തിത്വം, അവനാണ് കർത്താവായ യേശു ക്രിസ്തു. അവൻ പവിത്രനാണ്, നിർദോഷിയാണ്, പാപികളോട് വേർപെട്ടവരാണ്, ഒരു കുറ്റവും ആരോപിക്കാൻ കഴിയാത്ത കർത്താവായ യേശു ക്രിസ്തു. പ്രിയപ്പെട്ടവരെ, ആ ക്രിസ്തു മനുഷ്യൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറിയിലെ ക്രൂശിൽ അവൻ മരിക്കാനായിട്ട് ഇടയായി തീർന്നു. യേശു ക്രിസ്തുവിൻ്റെ ജനനം പോലെ അവൻ്റെ മരണവും മുൻകൂട്ടി പ്രഖ്യാപിക്കുവാനായിട്ട് ഇടയായി തീർന്നു. തിരുവെഴുത്തുകളിൻ പ്രകാരം പ്രിയപ്പെട്ടവരെ വളരെ വ്യക്തമായി ആ മരണവും പ്രവചിക്കാനായിട്ട് ഇടയായി തീർന്നു. ക്രിസ്തുവിനും 750 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അവൻ അനേകരുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറും. പ്രിയപ്പെട്ടവരെ, അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും. വളരെ വ്യക്തമായിട്ട് ആ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ യേശു കർത്താവ് തന്നെ തൻ്റെ മരണത്തെക്കുറിച്ച് പറഞ്ഞത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇതാ നാം യെരുശലേമിലേക്ക് പോകുന്നു, അവനെ പരിഹസിച്ച് അപമാനിച്ച് തുപ്പി തല്ലിയിട്ട് കൊല്ലുകയും 3-ാം നാൾ അവൻ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ മരണവും വളരെ വ്യക്തമായി പ്രവചിച്ച പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യേശു ക്രിസ്തു ആ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുവാനായിട്ട് ഇടയായിട്ട്. നമുക്കറിയാം, ലോകത്തിൽ ഒത്തിരി നേതാക്കന്മാർ വന്നിട്ടുണ്ട്, ഒത്തിരി ആളുകളോട് വന്നിട്ടുണ്ട്. പക്ഷേ അവരുടെ ആരുടെയും മരണമൊന്നും മുൻകൂട്ടി പ്രവചിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടില്ല. നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡന്റായിരുന്ന കെന്നഡിയെ കുറിച്ചറിയാം. അദ്ദേഹത്തിൻ്റെ മരണം മുൻകൂട്ടി പ്രഖ്യാപിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെയാണ് ഗാന്ധിജിയുടെ മരണം, അതുപോലെ ഇന്ദിരാഗാന്ധിയുടെ മരണം, രാജീവ് ഗാന്ധിയുടെ മരണം സി പെരുമ്പത്തൂരിൽ വെച്ച് മനുഷ്യബോംബിനാൽ കൊല്ലപ്പെടുവാനിടയായി തീർന്നു. ആരുടെയും മരണം മുൻകൂട്ടി പ്രവചിച്ചിട്ടില്ല. പക്ഷേ യേശു കർത്താവിൻ്റെ മരണം അത് മുൻകൂട്ടി രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, മഴ വല്ലാതെ കൂടി വരികയാണ്. ഞാൻ എത്രമാത്രം ശബ്ദം എടുത്തിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നുണ്ടോ ഇല്ലെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടും. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നതിൻ്റെ ആ 2 ഉദ്ദേശങ്ങൾ വളരെ വ്യക്തമായിട്ട് ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമെന്ന് പറയുന്നത് ദൈവത്തെ വെളിപ്പെടുത്തുക, തൻ്റെ മരണത്താൽ പാപത്തിന് പരിഹാരം വരുത്തുക. യേശു ക്രിസ്തു ലോകത്തിൽ വന്നത് മനുഷ്യവർഗത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരം വരുത്തുവാനായിട്ടാണ് ക്രിസ്തു ലോകത്തിലേക്ക് വന്നത്. യെശയ്യാപ്രവചനം 53-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, അവൻ അനേകരുടെ പാപവും അകൃത്യവും വഹിച്ച് അവർക്ക് വേണ്ടി അകൃത്യയാഗമായി തീരുവാനായിട്ട് ഇടയായിട്ട്. പ്രിയപ്പെട്ടവരെ, മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യം വളരെ സുപരിചിതമായിട്ടുള്ള ഒരു വേദഭാഗമാണ്. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല,
ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും എത്രേ വന്നത്. യേശുക്രിസ്തു വന്നത് പാപികളെ രക്ഷിപ്പാനായിട്ടാണ്. പ്രിയപ്പെട്ടവരെ, അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായിട്ടുള്ള ആ പുതിയ നിയമത്തിൽ എൻ്റെ രക്തം, യേശുക്രിസ്തു വന്നത് പാപിയെ രക്ഷിപ്പാനായിട്ടാണ്. പാപത്തിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ യേശു കർത്താവ് ലോകത്തിലേക്ക് വരുവാനായിട്ടിടയായി തീർന്നു. നമുക്കറിയാം, യേശു ക്രിസ്തുവിനെ അവര് പിടിക്കുവാനായിട്ടിടയായി തീർന്നു. കേൾക്കണ്ടോ ഞാൻ പറയുന്നത്? യേശു ക്രിസ്തുവിനെ അവര് പിടിക്കുവാനായിട്ടിടയായി തീർന്നു. നമുക്കറിയാം, പെസഹ പെരുന്നാളിൽ യേശു ക്രിസ്തുവും ശിഷ്യന്മാരുമായിട്ട് ആ യെരുശലേമിലെ ഒരു മാളിക മുറിയിൽ അന്ത്യത്താഴം കഴിച്ചു. അതിനുശേഷം നമുക്കറിയാം, ആ അനന്തരം യേശു താൻ പതിവായി ആ പ്രാർത്ഥിക്കാൻ പോകുന്ന ഗെത്സമന തോട്ടത്തിലേക്ക് താൻ പോകുവാനായിട്ട് ഇടയായി തീർന്നു. നമുക്കറിയാം, അവിടെ വെച്ച് പരീശന്മാരും മഹാപുരോഹിതന്മാരും ചേർന്നയച്ച പടയാളികൾ തീവട്ടിപ്പന്തങ്ങളും ആയുധവുമായി ആ ഇസ്കറിയാത്ത യൂദയോടുകൂടെ കടന്നു വന്ന് യേശു ക്രിസ്തുവിനെ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ആ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന രംഗം നമുക്കവിടെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പത്രോസ് കടം വാങ്ങിയ ഒരു വാളുമായിട്ടാണ് പോയത്. തൻ്റെ ഗുരുവിനെ പിടിക്കുവാനായിട്ട് വന്ന ആ പടയാളികളുടെ കയ്യിൽ നിന്നും യഹൂദന്മാരിൽ നിന്നും യേശു ക്രിസ്തുവിനെ രക്ഷിക്കുവാൻ കടം വാങ്ങിയ വാളുമായി പോയി. പക്ഷേ നമുക്കറിയാം, പത്രോസ് വെട്ടാനറിയാത്തവൻ വെട്ടിയപ്പോൾ കാത് മാത്രമാണ് അറുക്കുവാനായിട്ട് കഴിഞ്ഞത്. യേശു കർത്താവ് അവൻ്റെ കാത് തൊട്ട് സൗഖ്യമാക്കുവാനായിട്ട് ഇടയായി തീർന്നു. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിനെ അവരെ പടയാളികൾ പിടിക്കുവാനിടയായി തീർന്നു. മഹാപുരോഹിതനായ അന്നാസിൻ്റെയും കയ്യഫാവിൻ്റെയും അടുക്കൽ അവനെ കൊണ്ടുവന്നു. യേശു ക്രിസ്തുവിനെ വിസ്തരിക്കുന്ന രംഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. മഹാപുരോഹിതന്മാർ ഉൾപ്പെട്ട ആ യഹൂദ മതകോടതികളിലും ആ റോമ ഗവൺമെൻറ്റും ന്യായാധിപന്മാരും പീലാത്തോസും ചേർന്ന് യേശു ക്രിസ്തുവിനെ വിസ്തരിച്ചു. നമുക്കറിയാം, പലവട്ടം അവനെ വിസ്തരിക്കുവാനിടയായി തീർന്നു. അതുമാത്രമല്ല, പല കള്ളസാക്ഷികളെ കൊണ്ടുവന്ന് അവനെതിരെ സാക്ഷി പറയിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നു. എന്നാൽ പലവട്ടം വിസ്തരിച്ചിട്ടും അവനിൽ യാതൊരു കുറ്റവും കണ്ടെത്തുവാനായിട്ട് കഴിഞ്ഞില്ല. നമുക്കറിയാം, യഹൂദന്മാർ ആർത്തു വിളിച്ചു, അവനെ ക്രൂശിക്ക എന്ന് യഹൂദന്മാർ ആർത്തു വിളിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, യാതൊരു കുറ്റവുമില്ല എന്ന് പ്രഖ്യാപിക്കപ്പെട്ടിട്ടും പീലാത്തോസ് പറഞ്ഞു, ഇവൻ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. ആ കർത്താവിനെ അവര് ക്രൂശിക്കുവാനായിട്ട് വിധിക്കുന്ന രംഗം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യേശു കർത്താവ് ഒരു ദോഷവും ചെയ്തിട്ടില്ല. യേശു കർത്താവ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ ചോദിക്കട്ടെ, അവൻ ചെയ്ത ദോഷം എന്താണ്? യേശു കർത്താവ് ചെയ്ത ദോഷം എന്താണ്? വിശന്നവർക്ക് അപ്പം കൊടുത്തതാണോ? ദാഹിച്ചവർക്ക് ജീവജലം കൊടുത്തതാണോ? മരിച്ചവരെ ഉയർപ്പിച്ചതാണോ? ഇവൻ ചെയ്ത ദോഷമെന്ത്? സുവിശേഷം ചെയ്ത ദോഷമെന്താണ്? പ്രിയപ്പെട്ടവരെ, അനേകരെ നന്മയിലേക്ക് നയിക്കുവാനായിട്ട്, അനേകരെ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കുകയാണ് ചെയ്തത്. സുവിശേഷം ഒരു ദോഷവും ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നിട്ടില്ല. നമുക്കറിയാം, ഗ്രഹാം സ്റ്റീൽസിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. വടക്കേ ഇന്ത്യയിൽ കുഷ്ഠരോഗികളുടെ അടുക്കിലേക്ക് കടന്നു ചെന്ന്, പ്രിയപ്പെട്ടവരെ, ആരും തൊടുവാൻ അറയ്ക്കുന്ന ആ കുഷ്ഠരോഗികളെ ചികിത്സിച്ച് മുമ്പോട്ട് പോയ ഗ്രഹാം സ്റ്റീൽസിനെ പോലുള്ള ആളുകളെ ചുട്ടരിച്ച രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. സുവിശേഷം എന്തൊരു ദോഷം ചെയ്തു? നമുക്കറിയാം, അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞ വാക്ക് നമുക്കറിയാം. വാജ്പേയി നാണം കൊണ്ട് തല താഴ്ത്തുന്നു എന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു സുവിശേഷം ഈ നാടിന് വെളിച്ചം മാത്രമേ പകർന്നിട്ടുള്ളൂ. അക്ഷരം ലഭിക്കാത്തവർക്ക് അക്ഷരം കൊടുത്തു, അറിവ് കൊടുത്തു, ആവേശം കൊടുത്തു, അവരെ നന്മയിലേക്ക് നയിച്ചു. സുവിശേഷം അനേകരെ രക്ഷയിലേക്ക് നടത്തുവാനായിട്ട് ഇടയായിട്ട്.
പ്രിയപ്പെട്ടവരെ, യഹൂദന്മാർ മാടി വിളിച്ചു, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. യഹൂദൻ മാടി വിളിച്ചു. നമുക്കറിയാം, ഗവർണർ പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. യേശു ക്രിസ്തുവിനെ നമുക്കറിയാം, ആ പീലാത്തോസിൻ്റെ കൽത്തളത്തിൽ അടികൊണ്ട് അവശനായി നിൽക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അവൻ്റെ മേൽ ഭാരമേറിയ മരക്കുരിശും ചുമന്നുകൊണ്ട് യെരൂശലേമിന്റെ തെരുവീതിയിലൂടെ ഗോൽഗോത്ത മലയിലേക്ക് നടന്നു നീങ്ങുന്ന ദൈവകുഞ്ഞാട്. പ്രിയപ്പെട്ടവരെ, മനുഷ്യവർഗത്തിൻ്റെ പാപം മുഴുവനും ഏറ്റെടുത്തുകൊണ്ട് യേശു കർത്താവ് കാൽവറിലെ ക്രൂശിലേക്ക് നടന്നു നീങ്ങുന്ന രംഗം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആ കാൽവറിയിലെ മേട്ടിൻപുറത്ത് രണ്ട് കള്ളന്മാരോടൊപ്പം യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ആ കർത്താവ് ആ ക്രൂശ് മരണം അനുഭവിക്കുവാനിടയായി തീർന്നത് എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഓർപ്പിച്ചതുപോലെ നിഷ്കളങ്കനായിരുന്ന പാപികളോട് വേർപെട്ട് യാതൊരു കുറ്റവും ആരോപിക്കുവാൻ കഴിയാത്ത യേശു ക്രിസ്തു സകല മാനവജാതിയുടെയും പാപം ഏറ്റെടുത്തുകൊണ്ട് കാൽവറിലെ ക്രൂശിൽ ഒരു യാഗമരണം അനുഭവിക്കുവാനിടയായി തീർന്നു. പ്രതി പകര യാഗമരണം ക്രൂശിൽ അനുഭവിച്ചു. അവൻ ആ ക്രൂശിൽ മരിക്കുക മാത്രമല്ല ചെയ്തു, മരിച്ചെങ്കിൽ അവനെ ഞങ്ങൾ പ്രസംഗിക്കുകയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേൽക്കുവാനായിട്ടിടയായി തീർന്നു. യേശു ക്രിസ്തു വെള്ളിയാഴ്ച അവനെ ക്രൂശിക്കുവാനിടയായി തീർന്നു. എന്നാൽ അവൻ മരണത്തെ ജയിച്ച് മൂന്നാം ദിവസം ഞായറാഴ്ചയുടെ ആ പൊൻപുലരിയിൽ കർത്താവായ യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് കല്ലറയുടെ പുറത്ത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തി ആ കാൽവറിലെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ യേശു കർത്താവ് അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു. ഇതെങ്ങനെ നമുക്ക് കരഗതമാക്കുവാനായിട്ട് കഴിയും? പ്രിയപ്പെട്ടവരെ, പാപിയായിരിക്കുന്ന മനുഷ്യൻ പാപഭാരത്തോടുകൂടെ കർത്താവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക, ആത്മാർത്ഥമായിട്ട് ഹൃദയം തുറന്ന് കർത്താവിനോട് പറയുക, കർത്താവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അവിടുന്ന് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റെന്ന് ഞാൻ എൻ്റെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു എന്ന് ഏതൊരു വ്യക്തി ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് കർത്താവിനോട് പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ അവൻ പാപം മോചിക്കുവാൻ മതിയായവനാണ്. പ്രിയപ്പെട്ടവരെ, ഈ രാത്രി ഓർപ്പിക്കട്ടെ, ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല, ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അതുകൊണ്ടാണ് ലോകത്തിൻ്റെ എമ്പാടും ഈ സന്ദേശം ഇന്നും അറിയിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സന്ദേശത്തെ ഇല്ലായ്മ ചെയ്യുവാൻ വാളും തീയും സാമ്രാജ്യങ്ങളും സാമ്രാട്ടുകളുമൊക്കെ അവിശ്രമം പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നും ആയിരങ്ങളെ പതിനായിരങ്ങളെ ക്രിസ്തുവിലേക്ക് ആനയിച്ചുകൊണ്ട് ഈ സുവിശേഷം ഇന്നും ജൈത്രയാത്ര തുടരുകയാണ്. പ്രിയപ്പെട്ടവരെ, പാപിയെ രക്ഷിപ്പാൻ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. അതുകൊണ്ട് ഈ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക. മദ്യം തരാത്ത, മയക്കുമരുന്ന് തരാത്ത, പാൻമസാല ഉൽപ്പന്നങ്ങൾ തരാൻ കഴിയാത്ത നിത്യസമാധാനവും സന്തോഷവും തരുന്ന ഒരേ ഒരു സന്ദേശം സുവിശേഷം മാത്രം. അതുകൊണ്ടാണ് ഈ ക്രിസ്തുവിനെ അംഗീകരിച്ച് ഈ സന്ദേശം നിങ്ങളോട് അറിയിക്കുന്നത്. ഇന്ന് രാത്രി ഞാൻ എൻ്റെ ആ പ്രസംഗം ഇവിടെ നിർത്തുവാനായിട്ട് പോകുകയാണ്. യേശു ക്രിസ്തു മാത്രമാണ് ഏക രക്ഷകൻ, അവരല്ലാതെ മറ്റൊരു മാർഗമില്ല. ഇന്ന് രാത്രി ആരെങ്കിലും പാപത്തിൻ്റെ ഭാരത്താൽ മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് മുമ്പോട്ട് പോകുന്നുണ്ടെങ്കിൽ, മാന്യ സുഹൃത്തെ, ഈ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് വരിക. അവൻ നിങ്ങളെ പാപങ്ങളെ മോചിച്ച് പരിശുദ്ധനാക്കുവാൻ മതിയായവനാണ്. നമുക്കറിയാം, ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ്. കവലകൾ തോറും അതുപോലെ തന്നെ മതസംഘടനകൾ ഒക്കെ ഒത്തിരി പ്രസംഗങ്ങൾ നമ്മൾ കേൾക്കുന്നതാണ്. ആ പ്രസംഗങ്ങൾ കൊണ്ടൊക്കെ ആരെങ്കിലും മാനസാന്തരപ്പെട്ടിട്ടുണ്ട്? കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രസംഗം കേട്ടിട്ട് ആരെങ്കിലും മാനസാന്തരപ്പെടുകയോ മദ്യപാനത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുകയോ ചെയ്തിട്ടുണ്ടോ? വേണ്ട. പ്രതിപക്ഷ നേതാവ് നന്നായിട്ട് സുവിശേഷം പറയുന്നയാളാണ്.
വിദ്യാഭ്യാസക്കാരൊക്കെ വിളിച്ച് പ്രസംഗിപ്പിക്കുന്നുണ്ട് പലപ്പോഴും, ഉദ്ഘാടന വേദികളൊക്കെ നന്നായി സുവിശേഷം പറയുന്നത്. പക്ഷേ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം കേട്ടിട്ടും ആരും മാനസാന്തരപ്പെട്ടിട്ടില്ല. അവരുടെ ആ മോശമായ ജീവിതത്തിൽ നിന്ന് മാറ്റം സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് രാത്രി ഞാൻ ഓർപ്പിക്കട്ടെ, ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും പറയാനായിട്ട് കഴിയും, യേശു ക്രിസ്തു എന്നെ രൂപാന്തരപ്പെടുത്തി. ദൈവത്തിൻ്റെ സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഒരു കാലഘട്ടത്തിലൊക്കെ നാടിനും വീടിനും തലവേദനയായി ജീവിച്ചവരായിരുന്നു. മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ അടിമപ്പെട്ട് മുമ്പോട്ട് പോയവരായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ചത് ഈ സന്ദേശമാണ്, ഈ സുവിശേഷമാണ്. മനുഷ്യനെ രൂപാന്തരം വരുത്തുവാൻ കഴിയുന്ന ഏക സന്ദേശം. നാം എത്തി നിൽക്കുന്ന കാലഘട്ടം നാം ഒന്ന് പരിശോധിക്കണം. ഏറ്റവും വഷളത്വം നിറഞ്ഞ, ദുഷ്ടത നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു എത്രയും വേഗം മടങ്ങി വരാനായിട്ട് പോകുകയാണ്. ഞാൻ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു അവൻ എത്രയും വേഗം മടങ്ങി വരും. അവൻ മടങ്ങി വരുന്നത് വളരെ വ്യക്തമായി ബൈബിൾ പറയുന്നു. തന്നിൽ വിശ്വസിച്ചവരെ തൻ്റെ അടുക്കൽ ചേർക്കുവാനും വിശ്വസിക്കാത്തവരെ ന്യായം വിധിച്ച് നിത്യനരകത്തിലേക്കും തള്ളാൻ പോകുകയാണ്. ഈ സുവിശേഷം അധികകാലം ഇനി കേൾക്കുകയില്ല. സുവിശേഷത്തിൻ്റെ വാതിലുകൾ അടയാനായിട്ട് പോകുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു എത്രയും വേഗം മടങ്ങി വരും. ഇപ്പോൾ അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചാൽ സ്വർഗത്തിൽ പോകാം. അല്ലെങ്കിൽ യേശു ക്രിസ്തു കർത്താവെന്ന് ഏറ്റുപറഞ്ഞ് നിത്യനരകത്തിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഇപ്പോഴാകുന്നു രക്ഷാദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. രക്ഷിക്കപ്പെടുവാൻ, മാനസാന്തരപ്പെടുവാൻ മഹാദൈവം മനസ്സലിച്ച് നൽകിയ ഈ അവസരത്തെ പാഴാക്കരുത്. ഈ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക. ജീവിതത്തിലെ ഏത് പ്രശ്നത്തിനും പരിഹാരം നൽകുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി യേശു ക്രിസ്തു മാത്രം. ഈ ക്രിസ്തുവിനെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് പാപമോചനം പ്രാപിച്ച് ദൈവമക്കളായി തീരുവാൻ ദേശവാസികളായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, ഇങ്ങനെ ഒരു അവസരം തന്ന പ്രിയപ്പെട്ടവരോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് ഞാനൊരു വാക്കുകൂടെ പറയട്ടെ. യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു രക്ഷിതാവ് ഇല്ല. അവൻ മാത്രമാണ് ഏകരക്ഷകൻ. ഈ ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു വരിക, പാപമോചനം പ്രാപിക്കുക, ദൈവമക്കളായി തീരുക. അതിന് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനൊരു വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.